സോ മക്കളെ നമുക്ക് ഓരോ ഇതിൽ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് അല്ലേ നോക്കാനുള്ളത്. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇതിലും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഒരു വിജിലൻസ് വേണം കേട്ടോ. റോങ് സ്റ്റേറ്റ്മെന്റ് പലപ്പോഴും പല കുട്ടികൾക്കും അറിയാതെ മാറുന്ന എഗെയിൻ ഒരു പിറ്റ്ഫോൾ ആണ് ഈ റോങ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എന്നുള്ളത് ചിലപ്പോൾ ചോദിക്കും. നോട്ട് ട്രൂ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അറിയാതെ നമ്മൾ ഓപ്ഷൻ ഡിയിൽ ചിലപ്പോൾ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, നമ്മൾ അറിയാതെ അത് മാർക്ക് ചെയ്യും. സോ റോങ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ട്രൂ കിട്ടിക്കഴിഞ്ഞാൽ അറിയാതെ നമുക്ക് അത് മാർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി വരിക. കാരണം നമ്മൾ അറിയാതെ കുറെ ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മൾ വായിച്ച് ശീലിക്കുക. സോ ഇതൊക്കെ ഒരു പിറ്റ്ഫോൾ ആണ്, അതൊക്കെ നമ്മുടെ മൈൻഡിൽ വേണം. സോ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളത്. ബൈൻഡിങ് ഓഫ് ഓക്സിജൻ വിത്ത് ഹിമോഗ്ലോബിൻ ഈസ് മെയിൻലി റിലേറ്റഡ് ടു പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. ഓക്സിജൻ വിത്ത് ഹിമോഗ്ലോബിൻ അതിന്റെ ഒരു ഫാക്ടറാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. സോ അതെന്തായാലും ട്രൂ ആയിട്ട് നമുക്ക് കൊടുക്കാം. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ ഇന്റർഫിയർ വിത്ത് ഓക്സിജൻ ബൈൻഡിങ് വിത്ത് ഹീമോഗ്ലോബിൻ. ഉറപ്പല്ലേ? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അതായത് ഓക്സി ഹീമോഗ്ലോബിന്റെ ഫോർമേഷൻ അല്ലെങ്കിൽ അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ നമ്മൾ കുറേ ഫാക്ടേഴ്സുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഈ ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷന് ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ ഈ ഫോർമേഷൻ കുറയും അഥവാ ഡിസോസിയേഷൻ കൂടുകയാണ് ചെയ്യുക. സോ ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഹയർ H+ കോൺസെൻട്രേഷൻ ആൽവിയോളി ഫേവേഴ്സ് ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ലോ PCO2 ഇൻ ആൽവിയോളി ഫേവേഴ്സ് ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ. അതും നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ആ ഫാക്ടേഴ്സ് അപ്പോൾ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്ന ഫാക്ടേഴ്സുകൾ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? അതായത് ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളും ഡിസോസിയേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളും. ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ടിഷ്യൂസിൽ സോ അറ്റ് ആൽവിയോളസ് നോക്കിയാൽ മതി. ആൽവിയോളസിലെ കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൽവിയോളസിൽ ഇൻക്രീസ്ഡ് PO2 ആണ്, കാരണം ഓക്സിജൻ ഡയറക്റ്റ്ലി വരികയാണ്. PO2 കൂടുതലാണെന്ന് വെച്ചാൽ 104 ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിക്രീസ്ഡ് PCO2 ആണ് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ നമുക്കറിയാം ഒരു പോളാർ ഏരിയനോടാണ് ഞാൻ കമ്പയർ ചെയ്തത്. സോ ടെമ്പറേച്ചർ കുറച്ച് കുറവാണ്, ടെമ്പറേച്ചർ കുറവായിരിക്കും. അതേപോലെ തന്നെ H+ അയോണിന്റെ കോൺസെൻട്രേഷനും കുറവായിരിക്കും. H+ അയോണിന്റെ കോൺസെൻട്രേഷൻ കുറവാണെന്ന് പറയുമ്പോൾ ഒരു അസിഡിക് എൻവിറോൺമെന്റ് ആണ്, അഥവാ അവിടെ pH എന്തായിരിക്കും? സോറി, H+ അയോണിന്റെ കോൺസെൻട്രേഷൻ കുറവാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു ആൽക്കലൈൻ എൻവിറോൺമെന്റ് ആണ്, ദാറ്റ് ഈസ് pH വിൽ ബി ഹൈ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇത്രയും കണ്ടീഷൻ ആണ് factors which is helping for the formation of oxyhemoglobin. Now factors which is helping for the dissociation of oxyhemoglobin ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഓക്സിഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ ഇത് എപ്പോഴും ചോദിക്കുന്നുണ്ടോ, അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്സിഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ അഥവാ അറ്റ് ടിഷ്യൂസ് ആണ്, അല്ലേ. അവിടെയാണ് ഓക്സിഹീമോഗ്ലോബിൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഓക്സിജനെ ടിഷ്യൂസിലേക്ക് കൊടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ വാങ്ങുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡിക്രീസ്ഡ് PO2 ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇൻക്രീസ്ഡ് PCO2 ആയിരിക്കും, കാരണം അവിടെ മെറ്റബോളിസം നടക്കുകയാണ്. മെറ്റബോളിസം നടക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടും. സോ ടെമ്പറേച്ചർ കൂടുതലാണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ H+ അയോണിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു അഥവാ pH കുറയുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഗുഡ്. ഓക്കെ, നൗ റിഡക്ഷൻ ഇൻ pH ഓഫ് ബ്ലഡ് വിൽ എന്നാണ് ചോദിച്ചത്. റിഡക്ഷൻ ഇൻ pH ഓഫ് ബ്ലഡ് എന്ന് പറയുമ്പോൾ pH കുറയാന്ന് പറയുമ്പോൾ നമുക്കറിയാം H+ കൂടുകയാണ്. H+ കൂടുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കിയത് ടിഷ്യൂ ലെവലിലാണ്. ടിഷ്യൂ ലെവലിൽ സംഭവിക്കുന്നത് ഓക്സിഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ ആണ്. സോ അതിൽ ഓപ്ഷൻ എ എന്ന് വായിച്ചു നോക്കാം. ഡിക്രീസ് ദ അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. അതന്നെയല്ലേ ശരി. അത് റിലീസ് ബൈകാർബണേറ്റ് അയോൺസ്, അതൊന്നും നമുക്ക് അറിയാവുന്ന, ഹാർട്ട് ബീറ്റ് അറിയാത്ത സാധനങ്ങൾ വെറുതെ നോക്കാൻ നിൽക്കട്ടെ. ഇത് വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ എ. ഇങ്ങനത്തെ അട്ടിപ്പിക്കൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും വെറുതെ നമ്മൾ അതാവൂ ഇതാവൂ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനത്തെ കാര്യത്തിൽ ഇത്രയും ഉറപ്പുള്ള ഒരു സാധനം നമ്മൾ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. ചിലപ്പോൾ BCD ഈ ഓപ്ഷൻ നമുക്കൊന്നും അറിഞ്ഞില്ല എന്ന് വരും കേട്ടോ. അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ കാണാൻ ചിലപ്പോൾ, അത് കണ്ടിട്ട് നമ്മൾ ബേജാറാവാൻ പാടില്ല. ഓക്കെ, നൗ നമുക്ക് all we want to do is just focus your NCERT ഫോക്കസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് എന്തായാലും എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസിലൂടെ കറക്റ്റ് കടന്നു പോയാൽ മതി. ഓക്കെ, നൗ 24th ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. 24th ക്വസ്റ്റ്യൻ. Approximately 70% of carbon dioxide absorbed by the blood will be transported into the lungs എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം 70% കാർബൺ ഡൈ ഓക്സൈഡ് ബൈകാർബണേറ്റ് രൂപത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഏതൊക്കെയായിരുന്നു? ബാക്കി 20 to 25%. സോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ടേഷൻ, ഹോപ്പ് യു റിമെമ്പർ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ,
യെസ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഞാൻ ഒന്ന് റിവൈസ് ചെയ്യാൻ കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നുമില്ല, മെജോറിറ്റി ബൈകാർബണേറ്റ് രൂപത്തിൽ. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടോ. ഒരു 70%, ആ പെർസെൻറ്റേജ് കണക്കൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഒരു 20-25% ഹീമോഗ്ലോബിനുമായി ബൈൻഡ് ചെയ്തിട്ട് കാർബാമിനോ ഹീമോഗ്ലോബിൻ ആണ്, നോട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ. മാറിപ്പോകരുത്. ഓക്കെ, 20-25% ആണ് ഇതിന്റെ കണക്ക്. 20-25%. ക്ലിയർ അല്ലേ? ആൻഡ് റിമൈനിങ് ഒരു 7% ഒക്കെ നമുക്ക് ഏതായിരിക്കും? 7% ബൈ ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ഇൻ പ്ലാസ്മ. ഓക്കെ, 7%. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ടേഷന്റെ അളവ്. ദെൻ ഓക്സിജന്റെ ട്രാൻസ്പോർട്ടേഷൻ, ഹോപ്പ് യു റിമെമ്പർ ഓക്സിജന്റെ ട്രാൻസ്പോർട്ടേഷൻ. യെസ്, രണ്ട് കാര്യങ്ങൾ പഠിച്ചാൽ മതി. 97% ബൈ RBC ആണ് ആസ് ദ ഫോം ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ബൈ ബാക്കി 3% in the dissolved state by whom? By none other than our plasma. Okay, ഇത് മറന്നു പോകരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ബൈകാർബണേറ്റ്. Now next 25 question നോക്കാം. A large proportion of oxygen remains unused in human even after its uptake by body tissues. This oxygen എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇതില് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ 100 ml of blood 100 ml of oxygenated blood 100 ml of oxygenated blood ടിഷ്യൂസിലേക്ക് എത്ര ml ഡെലിവർ ചെയ്യുന്നുണ്ട്? ടിഷ്യൂസിലേക്ക് 5 ml ടിഷ്യൂസിലേക്ക് അല്ലല്ലേ നമ്മൾ പറഞ്ഞത്. 5 ml നമ്മുടെ ടിഷ്യൂസിലേക്കാണ്. 5 ml ടിഷ്യൂസിലേക്ക് ഡയറക്ട്ലി 5 ml ഓഫ് ഓക്സിജൻ എങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്? ടിഷ്യൂസിലേക്ക് എത്തിക്കും. ബട്ട് ഡു യു നോ ദ ഫാക്ട് 100 ml ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്ച്വലി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്ന 20 ml ഓഫ് ഓക്സിജനെ ഇതിന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പറയാം. പക്ഷെ ഔട്ട് ഓഫ് ദിസ് 20 ml ഓൺലി 5 ml ഈസ് ഡെലിവേർഡ് ഇൻ ടു ദ ടിഷ്യൂസ്. ബാക്കി 15 ml അത് അവിടെ തന്നെ ബ്ലഡിൽ തന്നെ കീപ്പ് ചെയ്യാണ്. ഓക്കെ, ഇത് NCERT കൊടുത്തില്ല, ഈ ബ്ലൂ NCERT കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് മൈൻഡ് വെച്ചോളൂ. 100 ml 5 ml ടിഷ്യൂസിലേക്ക് ഡെലിവർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ബാക്കി 20 ml ബാക്കി 15 ml അവിടെ കീപ്പ് ചെയ്യാണ്. എന്തിനായിരിക്കും അത് കീപ്പ് ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആണ്. അത് വെറും ലോജിക് മാത്രം വെച്ചിട്ട് ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ആക്ട് ആസ് എ റിസർവെയർ. സപ്പോസ് നമ്മൾ ഒരു ഹെവി ഫിസിക്കൽ എക്സസൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓക്സിജൻ യൂട്ടിലൈസേഷൻ വേണ്ടി വരും. അപ്പോൾ ആദ്യമൊന്നും നമ്മൾ കിതക്കൂല. ആദ്യം നമ്മൾ മസിൽസ് ഉള്ള സ്റ്റോർ ആയിട്ടുള്ള ഈ 15 ml എന്നായിരിക്കും എന്ത് ചെയ്യുക? ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, മെജോറിറ്റി ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് അവിടെ പോവുക. ഓക്കെ, സോ അത് ആക്ട് ആസ് എ റിസർവെയർ ഡ്യൂറിങ് മസിൽ എക്സസൈസ് ആണെന്നാണ് പറയുക. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ എ. Now 26, bulk of carbon dioxide released from body tissues into blood is present as. So majority carbon dioxide released, bulk of carbon dioxide released from body into blood. നമ്മൾ പറഞ്ഞിട്ടുണ്ട് RBCന്റെ അകത്ത് കാർബൺ ഡയോക്സൈഡ് H2CO3 ആവുന്നത്. H2CO3 ബ്ലഡിലേക്ക് HCO3 മൈനസ് ഈ രൂപത്തിലാണ് മെജോറിറ്റി 70% കണക്ക് നമ്മൾ പറഞ്ഞിരുന്നു. സോ ഓപ്ഷൻ വിൽ ബി 26 ബൈകാർബണേറ്റ് ആണ്. മറ്റേ ഓപ്ഷനൊക്കെ നോക്കാം. 26ന് മറ്റേ ഓപ്ഷൻ, യെസ്, മറ്റേ ഓപ്ഷനിൽ ഫ്രീ കാർബൺ ഡയോക്സൈഡ് 70% കാർബമിന്. ഇതൊക്കെ കണ്ടാൽ ചിലപ്പോൾ അറിയാതെ കുത്താൻ തോന്നും. 70% എന്ന് കാണുമ്പോൾ തന്നെ അറിയാണ്ട് കുത്താൻ തോന്നും. 70% കാർബമിനോ ഹീമോഗ്ലോബിൻ ആണോ? അല്ല, 70% ബൈകാർബണേറ്റ്. കാർബമിനോ ഹീമോഗ്ലോബിൻ ഓൺലി 20-25%. 30% ബൈകാർബണേറ്റ് അല്ല, തിരിഞ്ഞു. ഓക്കെ, സോ ആൻസർ ഈസ് എ ഓൺലി. കാർബമിനോ ഹീമോഗ്ലോബിൻ അതും തെറ്റാണ്. വാട്ട് ഈസ് ട്രൂ അബൌട്ട് RBCs ഇൻ ഹ്യൂമൻസ് എന്നാണ് ചോദിച്ചത്. നോക്കാം. They carry about 20-25. നമ്മൾ ഡി ഓപ്ഷൻ നോക്കാം. They do not carry carbon dioxide at all. കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. They transport about 80% of oxygen and 20% transported dissolved state in plasma. ഇതൊക്കെ കറക്റ്റ് നമുക്ക് പ്രിസൈസ് നോളേജ് വേണം എൻട്രൻസ് സോൾവ് ചെയ്യാന്നുള്ളതിന്റെ പ്രൂഫാണ്. 80 അല്ല നമ്മൾ പറഞ്ഞത്, 97 ആ പറഞ്ഞത്. ഇവിടെ 3 ആണ് പറഞ്ഞത്. സോ ദ ആൻസർ ഈസ് റോങ്. ദിസ് ഇസ് റോങ്. They carry 99.5% of oxygen. അതും തെറ്റാ. ആക്ച്വലി സ്പീക്കിംഗ് RBC ക്യാരി ചെയ്യുന്നത് 97%. അതും കറക്റ്റ് പ്രിസൈസ് നോളജ് ഇല്ലെങ്കിൽ അതും നമ്മൾ അറിയാതെ മാർക്ക് ചെയ്യും. They carry about 20-25% of carbon dioxide. അത് കറക്റ്റ് ആണ്. കാർബമിനോ ഹീമോഗ്ലോബിൻ അല്ലെ, ആ രൂപത്തിലാണ് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, now 28, the hemoglobin of a fetus എന്നാണ് ചോദിച്ചത്. The hemoglobin of a fetus first has only 2 protein instead of 4. അത് തെറ്റാട്ടോ. അത് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നുകൊണ്ട് പറയാം. ഹീമോഗ്ലോബിൻ, ഫീറ്റൽ ഹീമോഗ്ലോബിൻ HbF എന്നാ പറയുക കേട്ടോ. അതിൽ ആക്ച്വലി ഒരു ആൽഫ ചെയിനും ഗാമ ചെയിനും ആണുള്ളത്. ദാറ്റ് ഈസ് ആൽഫ 2 ആൻഡ് ഗാമ 2 ചെയിൻ. നമ്മൾ സാധാരണ
ഹീമോഗ്ലോബിൻ ഉള്ളതിൽ ആൽഫ ടു ബീറ്റ ടു ചെയിൻ പറയുന്നിടത്ത് ഇവിടെ ആൽഫ ടു ഗാമ ടു. സോ 4 എന്തുണ്ട്, 4 പോളിപെപ്റ്റൈഡ് ചെയിൻ ഇതിലുണ്ട്. സോ ഇത് തെറ്റാണ്. ഹാസ് എ ഹയർ അഫിനിറ്റി ഫോർ ഓക്സിജൻ ദാൻ ദാറ്റ് ഓഫ് അഡൾട്ട്. അതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നല്ല അഫിനിറ്റിയാണ്, കൂടുതൽ അഫിനിറ്റിയാണ്, കാരണം കൂടുതൽ ഓക്സിജന്റെ യൂസ് കുട്ടിക്കാണ് ഉണ്ടാകുക. അതുകൊണ്ട് ഇതാണ്. ഓക്കെ, ഇത് ഔട്ട് ഓഫ് NCERT ആണ്, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. കാര്യം കുറെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ നീറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. 29th ക്വസ്റ്റ്യൻ നോക്കാം. 29th, the majority of carbon dioxide produced by our body cells is transported to lungs as. നമ്മൾ പറഞ്ഞിരുന്നു majority, yes, bicarbonate അല്ല ആൻസർ, bicarbonate. ഓക്കെ, then hemoglobin is a type of എന്നാണ് ചോദിച്ചത്. hemoglobin is a type of, നമുക്കറിയാം ഹീമോഗ്ലോബിൻ ഒരു സ്കിൻ പിഗ്മെന്റ് എന്ന് പറയുമ്പോൾ അറിയാതെ ഇതൊക്കെ കുത്തി പോകും. ക്ഷരപടയിൽ നിന്ന് എഴുതുമ്പോൾ പിഗ്മെന്റ്, റെസ്പിറേറ്ററി പിഗ്മെന്റ് സൂക്ഷിച്ച് എഴുതുക. ഓക്കെ, റെസ്പിറേറ്ററി പിഗ്മെന്റ് ഈസ് ദ ആൻസർ. നൗ how the transport of oxygen and carbon dioxide by blood happens. So O2 and CO2 transportation ആണ് ചോദിച്ചത്. നമുക്കറിയാം O2 CO2 transportation എന്ന് പറയുന്നത് മെയിൻലി WBCക്ക് റോൾ ഉണ്ടോ? ആൻസർ ഈസ് ഇല്ല. WBCക്ക് എന്തായാലും ഇല്ല, പിന്നെ പ്ലേറ്റ്ലെറ്റിക്ക് എന്തായാലും ഇല്ല, പിന്നെ RBC WBC അതിനും ഇല്ല. സോ ഒബ്വിയസ്ലി ആൻസർ വിൽ ബി RBC ആൻഡ് പ്ലാസ്മ. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ഒക്കെ നമ്മൾ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞു. നൗ അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ദ RBC ഇൻ ദ ഹ്യൂമൻ ബ്ലഡ് വിൽ. ഇത് പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ചോദ്യമായതുകൊണ്ട് വേണമെങ്കിൽ നമുക്കത് നോക്കാം. ഹൈ ആൾട്ടിറ്റ്യൂഡ്, നമ്മളൊരു എന്താ പറയുക, ഒരു ഹിമാലയൻ്റെ ഒക്കെ മേലെ കയറി വിചാരിക്കാം. ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹിമാലയൻ്റെ മേലെ, അല്ലെങ്കിൽ ഒരു മേലെ ഒരു മലഞ്ച് ഹില്ലി ഏരിയാസിൽ നിൽക്കുന്ന ആളുകളുടെ ഹീമോഗ്ലോബിൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ഇൻക്രീസ്ഡ് RBC കൗണ്ട് കാണാറുണ്ട്. RBC കൗണ്ട് ഇൻക്രീസ്ഡ് ആയിട്ട് കാണാറുണ്ട്. അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ, RBC കൂടിയാൽ ഹീമോഗ്ലോബിൻ ഒബ്വിയസ്ലി കൂടും. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ അതിന്റെ റീസൺ പറയുന്നത്, ഹൈ ആൾട്ടിറ്റ്യൂഡിലെ ഹൈപ്പോക്സിയ ഉണ്ട്. വാട്ട് ഈസ് ഹൈപ്പോക്സിയ? ഹൈപ്പോക്സിയ ഈസ് ദ ഡിക്രീസ്ഡ് ഓക്സിജൻ. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഒബ്വിയസ്ലി ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. ഈ ഹൈപ്പോക്സിയ ഈസ് എ ട്രിഗർ ഓഫ് വാട്ട് യു നോ? ഹൈപ്പോക്സിയ ഈസ് എ ട്രിഗർ ഓഫ് എറിത്രോപോയറ്റിൻ. ഹോപ്പ് യു റിമെമ്പർ എറിത്രോപോയറ്റിൻ. എറിത്രോപോയറ്റിൻ നമ്മൾ കെമിക്കൽ കോർഡിനേഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കും. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതാണ് ജെക്സ്റ്റാഗ്ലോമറുലാർ സെൽസ്. നമ്മളെ കിഡ്നിയിലെ ജെക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് എന്ന് പറഞ്ഞ സെല്ലില്ലേ? സോ കിഡ്നിയിലെ ജെക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഈ എറിത്രോപോയറ്റിൻ. ഈ എറിത്രോപോയറ്റിൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ this actually stimulate erythropoiesis. This stimulate the process of erythropoiesis. Erythropoiesis എന്ന് പറഞ്ഞാൽ increased RBC production ആണ്. Thus increased RBC will be produced. Increased RBC production. ഇതിന് പോളിസൈത്തീമിയ എന്നൊക്കെയാണ് പറയുക കേട്ടോ. സെക്കൻഡറി പോളിസൈത്തീമിയ എന്നൊക്കെയാണ് ഈ ഒരു കണ്ടീഷന് പറയുക. ഓക്കെ, പ്രൈമറി പോളിസൈത്തീമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. വെറുതെ RBC കൂടുന്ന കണ്ടീഷൻ, വെറുതെ ബ്ലഡ് സെല്ലുകൾ കൂടുന്ന കണ്ടീഷൻ. പോളിസൈത്തീമിയ റൂബ്ര വേറ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷനാണ്. ഓക്കെ, നിങ്ങൾ മിന്നാരം എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അതിലൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അസുഖമായിട്ടൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വലിയ ഡേഞ്ചറസ് അസുഖമൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, സോ സ്റ്റിമുലേറ്റ് എറിത്രോപോയസിസ്. എറിത്രോപോയസിസിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പോക്സിയ. കാരണം ഓക്സിജന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഓക്സിജൻ എല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ RBCന്റെ കണ്ടന്റ് കൂട്ടുകയാണ്. RBCന്റെ കണ്ടന്റ് കൂടിയാൽ ഹീമോഗ്ലോബിന്റെ കണ്ടന്റ് കൂടും. അപ്പോൾ ഉള്ള ഓക്സിജൻ എല്ലാം ഹീമോഗ്ലോബിൻ വലിച്ചെടുത്തോളും. ക്ലിയർ അല്ലേ? ട്രാൻസ്പോർട്ട് ചെയ്തോളും. ഓക്കെ, സോ ദാറ്റ് ഈസ്, സോ ഒബ്വിയസ്ലി ദ ആൻസർ വിൽ ബി വാട്ട്? increase in number. Increase in size അല്ല, increase in number ആണ്. The carbon dioxide is transported via blood into lungs mostly by, അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. So 34 option will be in the form of bicarbonate ion. Okay, 34 we have finished. Now that is 35. Carbon dioxide is transported from tissues to respiratory surface by only എന്നാണ് ചോദിച്ചത്. So 35 ഏതായിരിക്കും ആൻസർ? നമുക്കറിയാം, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പ്ലാസ്മയും ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ RBC ഉണ്ട്. അത് കാർബൺ ഡയോക്സൈഡ് ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും സെയിം ആണ്, പ്ലാസ്മ ആൻഡ് എറിത്രോസൈറ്റ്. ഓക്കെ, നൗ വി ഹാവ് ടു നോ അബൌട്ട് ദ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. When you hold breathe, which of the following gas change in the blood would first lead to urge to breathe എന്നാണ് ചോദിച്ചത്. സോ നമ്മൾ എന്താണ്, നമ്മൾ ഇങ്ങനെ ഓക്സിജൻ നമ്മൾ ബ്രീത്തിങ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഓക്സിജൻ നമ്മൾ എടുക്കുന്നില്ല, ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നില്ല. പക്ഷെ ഉള്ളിൽ മെറ്റബോളിസം നടക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് എന്തായാലും കൂടൂലേ? കാർബൺ ഡയോക്സൈഡ് കൂടും. പക്ഷെ നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് കൂടുന്നു നമുക്കറിയാം, ഓക്സിജൻ കുറയും എന്നും നമുക്കറിയാം. സോ there is a chance that we will go and mark this B, rising carbon dioxide and falling oxygen. പക്ഷെ നമ്മൾ NCERT പറഞ്ഞിട്ടുണ്ട്, this oxygen has got
no direct role or the role of oxygen in regulation of respiratory rhythm is quite insignificant എന്ന് കൊടുത്തിട്ടുണ്ട്. So this is not the answer. The answer will be rising carbon dioxide concentration. നല്ലൊരു സ്റ്റൈലൻ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. സോ റൈസിങ് കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ മാത്രമാണ് എന്തിനെ ഡയറക്ട്ലി റോൾ നമ്മൾ റെഗുലേഷൻ ബ്രീത്തിങ് ഓഫ് റെഗുലേഷന് റോള് അതിനുള്ള റെഗുലേഷൻ ബ്രീത്തിങ്ങിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള റോള് ഓക്സിജൻ ഇല്ല എന്നാണ് പറയുക. കാരണം ഓക്സിജൻ സാധാരണ ഓക്സിജൻ നീഡ്സ് ക്യാൻ ബി മെറ്റ് ബൈ ഡിസോൾവ്ഡ് ഓക്സിജൻ എലോൺ. അതിന് കുറച്ച് റീസൺസ് പറയുന്നുണ്ട്. അത് നമുക്ക് അത്രയും ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകണ്ട. സോ വി ക്യാൻ ഗോ ടു നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെസ്പിറേറ്ററി സെന്റേഴ്സ് which control inspiration and expiration are located in. നമുക്കറിയാം the answer will be medulla oblongata അല്ലേ. മെഡുല ഒബ്ലോങ്കേറ്റയിൽ റെസ്പിറേറ്ററി റിതം സെന്റർ ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ റെസ്പിറേറ്ററി റിതം സെന്റർ ഉണ്ട്. സോ റെസ്പിറേറ്ററി റിതം സെന്റർ നമ്മൾ പറഞ്ഞു. ഈ റെസ്പിറേറ്ററി റിതം സെന്റർ ആണ് നമ്മുടെ നോർമൽ റിതം ഓഫ് റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിനെ മോഡുലേറ്റ് ചെയ്യാൻ വരുന്ന ആളാണ് ഒന്ന് ആര്, നമ്മുടെ ന്യൂമോടാക്സിക് സെന്റർ അല്ലെ. ന്യൂമോടാക്സിക് സെന്റർ which was present in our pons. Pneumotaxic center which was present in our pons. അത് നമ്മൾ പറഞ്ഞു. അത് switch off the inspiration. ഇൻസ്പിറേഷന്റെ റേറ്റിനെ കുറക്കുന്നു. ഡിക്രീസ് ദ ഇൻസ്പിറേഷന്റെ റേറ്റ് or decrease the time of inspiration. അങ്ങനെ റേറ്റ് ഓഫ് റെസ്പിറേഷൻ കൂട്ടുന്നു. ഇൻക്രീസ് ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ അല്ലെ. ഇൻസ്പിറേഷന്റെ ടൈം കുറക്കുന്നു എന്നാണ് പറഞ്ഞത്. സോ reduce the duration of inspiration. ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷൻ കുറച്ചാൽ നമുക്ക് റേറ്റ് ഇങ്ങനെ കൂട്ടാൻ പറ്റും അല്ലെ. റേറ്റ് എന്ന് പറയുന്നത് d/dt അല്ലെ. റേറ്റ് എന്ന് പറയുന്നത് d/dt എന്ന് പറയുന്നത്. സോ റേറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. സോ ടൈം കുറച്ച് കഴിഞ്ഞാൽ റേറ്റ് കൂട്ടാം, സിമ്പിൾ. സോ ന്യൂമോടാക്സിക് സെന്റർ ആക്ടിവേറ്റ് ചെയ്താൽ റെസ്പിറേറ്ററി റിതം സെന്റർ അതിനെ മോഡുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ചില കീമോ സെൻസിറ്റീവ് ഏരിയാസ് നമ്മൾ പറഞ്ഞു റെസ്പിറേറ്ററി റിതം സെന്ററിന് അഡ്ജസ്റ്റന്റ് ആയിട്ട് അതും ഇതിനെ മോഡുലേറ്റ് ചെയ്യുന്നു. ചില കാർബൺ ഡയോക്സൈഡ് H+ ഒക്കെ കൂടിക്കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ കീമോ സെൻസിറ്റീവ് ആയിട്ടുള്ള വേറെ റിസപ്റ്റേഴ്സുകളുണ്ട്. കീമോ സെൻസിറ്റീവ് റിസപ്റ്റേഴ്സ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ അയോട്ടിക് ആർച്ച് ആൻഡ് കരോട്ടിഡ് ആർട്ടറി, അതും ഇതിനെ മോഡുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഹോപ്പ് യു റിമെമ്പർ ദാറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, that is a respiratory center which regulate the respiration is located in. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. the answer the same അല്ലേ, സെയിം എന്ന് വരിക, that is medulla oblongata. okay, so that's it. next നമുക്ക് ഡിസോർഡേഴ്സിലേക്ക് കിടക്കാം. due to increased airborne allergens and pollutants, many people in urban areas are suffering from respiratory disorder that cause wheezing due to എന്നാണ് ചോദിച്ചത്. വീസിങ് നമുക്കറിയാം. വീസിങ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിച്ചത് ആസ്മ അല്ലേ. ആസ്മ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ റെസ്പിറേറ്ററി ട്രീ എന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രക്കിയ, പിന്നെ നമ്മുടെ ബ്രോങ്കസ്, ബ്രോങ്കിയോൾസ് അല്ലെ, ബ്രോങ്കിയോൾസ്. പിന്നെ ഈ ഒരു റെസ്പിറേറ്ററി ട്രാക്റ്റിന്റെ ഇൻഫ്ലമേഷൻ നടക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസിന്റെ ഇൻഫ്ലമേഷൻ നടക്കുന്ന സമയത്താണ് സാധാരണഗതിയിൽ എന്ത് നടക്കുക, ഈ ഒരു വീസിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ഇവിടെ ഇൻഫ്ലെയിംഡ് ആയി കഴിഞ്ഞാൽ അതിലൂടെ എയർ പാസ് ചെയ്യുന്നതിന്റെ ഒരു അളവിന് ചെറിയൊരു വേരിയേഷൻ വരുന്നു. അങ്ങനെയാണ് ഈ വീസിങ് സൗണ്ട് വരിക എന്നുള്ളതാണ് നമ്മൾ പറയാം. സോ ദ ആൻസർ ഈസ് ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. സിമ്പിൾ അല്ലേ. ഓക്കെ, നൗ നെക്സ്റ്റ് 40. Which of the following options correctly represent the lung condition in asthma and emphysema? ഓക്കെ, ആസ്മയുടെ റോൾ നമ്മൾ പറഞ്ഞു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ് ആണ്. ആൻഡ് എംഫിസിമയുടെ പ്രശ്നം എന്താ? എംഫിസിമ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമ്മുടെ ആൽവിയോളസ് ആണെങ്കിൽ ആൽവിയോളസിന്റെ റെസ്പിറേറ്ററി സർഫസ് ഏരിയ കുറയുന്നു. ആ റെസ്പിറേറ്ററി സർഫസ് കുറയുന്ന സമയത്ത് കുറയാനുള്ള റീസൺ നമ്മൾ പറഞ്ഞു സർഫക്റ്റൻസ് ഒക്കെ കുറയുന്നതുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ദ 40 ആൻസർ ആസ്മയിൽ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കിയോൾസ് അത് ശരിയാണ്. പിന്നെ ഡിക്രീസ്ഡ് റെസ്പിറേറ്ററി സർഫസ് ആകുമ്പോൾ അതിലൂടെ സർഫസ് ഏരിയ കുറയുമ്പോൾ അത്രയും ഓക്സിജനെ നമുക്ക് ബ്ലഡിലേക്ക് ഇടുന്നതിന്റെ അളവിന് വേരിയേഷൻ വരുന്നു. അതാണ് ഇഷ്യൂ വിത്ത് ദ എംഫിസിമ. ഓക്കെ, now the next one, which of the following is an occupational respiratory disorder? നമ്മളിത് പറഞ്ഞിട്ടുണ്ടല്ലോ, സിലിക്കോസിസ് ആയിരിക്കും ആൻസർ അല്ലേ. ആന്ത്രാസിസ് അല്ല, ആന്ത്രാക്സ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ, ദാറ്റ് ഈസ് ബോട്ടുലിസം, വേറെ ഒരു പോയിസണിങ് ആണ്. എംഫിസിമ നമുക്കറിയാം ഒരു ഒക്കുപേഷണൽ ലങ് ഡിസീസ് അല്ല, മാറിപ്പോകരുത്, അതൊരു റെസ്പിറേറ്ററി ഡിസോർഡർ മാത്രമാണ്. സിഗരറ്റ് സ്മോക്കിംഗ് ആണ് അതിന്റെ കോസ്. ഓക്കെ, നെയിം ദ ക്രോണിക് റെസ്പിറേറ്ററി ഡിസോർഡർ കോസ്ഡ് ബൈ സിഗരറ്റ് സ്മോക്കിംഗ്. സെയിം, അതായത് നമ്മുടെ ഏതാണ്? യെസ്, നമ്മുടെ എംഫിസിമ. എംഫിസിമ is the answer. Now asthma may be attributed to.
ആസ്മ മേ ബി ആട്രിബ്യൂട്ടഡ്. ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ അറിയാതെ പല കുട്ടികളും ഇത് എഴുതിയിരുന്നു. ബട്ട് ഇൻഫ്ലമേഷൻ ഓഫ് ട്രക്കിയാണ് അവിടെ കൊടുത്തത്. സോ അതല്ല ആൻസർ. അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ ലങ്സ്. ഫ്ലൂയിഡ് ഇൻ ദ ലങ്സ്. ലങ്സിൽ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആൽവിയോളസിലൊക്കെ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നത് അല്ലേ. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ റിയൽ. ദാറ്റ് നമ്മുടെ ന്യൂമോണിയയിലൊക്കെയാണ് സാധാരണ വരിക അല്ലേ. പിന്നെ പൾമിനറി എഡിമ, ലങ് കൺജഷൻ അല്ലേ, ഹാർട്ട് ഫെയിലിയറിലൊക്കെയാണ് ഈ സാധനം വരിക. ഓക്കെ. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഓഫ് ലങ്സ് അതെന്തായാലും അല്ല. ആസ്മ ഇൻഫെക്ഷൻ ആണോ? ആസ്മ ഇൻഫെക്ഷൻ അല്ല. ആസ്മ നമ്മൾ പറഞ്ഞ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. സോ ദാറ്റ് ഈസ് അലർജിക് റിയാക്ഷൻ ഓഫ് മാസ്റ്റ് സെൽ. മാസ്റ്റ് സെൽ എന്ന് പറഞ്ഞാൽ അലർജിക് റിയാക്ഷൻസുമായി ബന്ധപ്പെട്ടുള്ള സെല്ലാണ്. നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. സോ അലർജിക് റിയാക്ഷൻ ആണ് എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ. സോ ഇങ്ങനെ ആൾട്ടേർഡ് ലെവലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഈ സാധനം നമ്മൾ NCERT-യിൽ ആസ്മന്റെ കീഴിൽ ചിലപ്പോൾ അലർജിക് റിയാക്ഷൻ ഒന്നും കാണൂല. പക്ഷേ അത് ഇൻഡയറക്റ്റ് ആയിട്ട് അലർജിക് റിയാക്ഷൻ ആണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ. Now name the pulmonary disease in which alveolar surface area is reduced. Correct. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. Emphysema is the answer. So emphysema is the answer. Now which one of the following is correct statement for respiration in humans? Correct statement ഏതാണെന്നുള്ളതാണ് ചോദിച്ചത്. So cigarette smoking may lead to inflammation of bronchi. ആണോ? അല്ല. സിഗരറ്റ് സ്മോക്കിംഗ് ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കെ നമ്മൾ അക്കോർഡിംഗ് ടു NCERT സിഗരറ്റ് സ്മോക്കിങ്ങിൽ ആൽവിയോളസിനെ ബാധിക്കുന്നു. ആൽവിയോളസിന്റെ റെസ്പിറേറ്ററി സർഫസ് ഏരിയ കുറയാണ്. ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കെ നമ്മുടെ ആസ്മയിലാണ് സംഭവിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. നൗ ന്യൂറൽ സിഗ്നൽസ് ഫ്രം ന്യൂമോടാക്സിക് സെന്റർ ഇൻ പോൺസ് ഓഫ് ബ്രെയിൻ ക്യാൻ ഇൻക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ. അറിയാതെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇൻക്രീസ് അല്ല, ഡിക്രീസ് ആണ് ഡ്യൂറേഷൻ. ഡ്യൂറേഷൻ ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് റേറ്റ് കൂട്ടാൻ പറ്റുന്നത്. സോ ദാറ്റ് ഈസ് അഗൈൻ എ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. Workers in grinding and stone breaking industries may suffer from lung fibrosis. Direct NCERT. So that is a true statement. About 90% of carbon dioxide is carried by hemoglobin as carbaminohemoglobin. 90 ആണോ? Answer is, that is a false statement. 20 to 25% മാത്രമേ ഉള്ളൂ ഇങ്ങനെ. Okay. So that's it. Now blood analysis of a patient reveals unusually high quality of carboxyhemoglobin. Carboxyhemoglobin content കൂടുതലായിട്ടുണ്ടെന്ന് കണ്ടു. Which of the following conclusion is most likely to be correct? So ഏതിലാ? കാർബോക്സി ഹീമോഗ്ലോബിൻ. സിമ്പിൾ ആണ്. കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡുമായിട്ടുള്ള അസോസിയേഷൻ ആണ്. സോ ദ ആൻസർ വിൽ ബി കാർബൺ മോണോക്സൈഡ്. സോ നമുക്കറിയാം കാർബൺ മോണോക്സൈഡുമായിട്ടുള്ള അസോസിയേഷന് വിളിക്കുന്ന പേരാണ് നമ്മൾ കാർബോക്സി ഹീമോഗ്ലോബിൻ. കാർബൺ മോണോക്സൈഡിന്റെ അസോസിയേഷൻ ആണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. ദെൻ കാർബൺ ഡയോക്സൈഡുമായിട്ടുള്ള അസോസിയേഷൻ കാർബാമിനോഹിമോഗ്ലോബിൻ ആണ്. കാർബാമിനോഹിമോഗ്ലോബിൻ. ഓക്സിജനുമായിട്ടുള്ള അസോസിയേഷൻ ഓക്സിഹീമോഗ്ലോബിൻ ആണ്. ഓക്സിഹീമോഗ്ലോബിൻ. ഓക്കെ, മാറിപ്പോകരുത്. When the carbon dioxide blood in concentration of blood increases എന്നാണ് കേട്ടോ. blood increases. ആ ക്വസ്റ്റ്യൻ ഫുൾ ആക്കി നോക്കാം. blood increases, breathing becomes. so കാർബൺ ഡയോക്സൈഡിന്റെ അളവ് നമ്മുടെ ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ ബ്രീത്തിങ് എന്തായിരിക്കും? The answer is very simple. നമ്മൾ കാർബൺ ഡയോക്സൈഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർബൺ ഡയോക്സൈഡ് ആൻഡ് H+ അയോൺ എന്ന് പറയുന്നത് ബ്ലഡിനെ കൂടിക്കഴിഞ്ഞാൽ ബ്ലഡിൽ ഒരു അസിഡിക് സ്റ്റേറ്റിലാണ് നമ്മളെ ബ്ലഡ് പോവുക. സോ അങ്ങനത്തെ സിറ്റുവേഷൻ ആക്ച്വലി നമ്മൾ അതിനെ വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റെസ്പിറേഷൻ്റെ റേറ്റ് നമ്മൾ ഫാസ്റ്റ് ആക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഫാസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എക്സ്പയർ ചെയ്യുന്നതുകൊണ്ട് കാർബൺ ഡയോക്സൈഡ് അങ്ങോട്ട് വാഷ് ഔട്ട് ചെയ്യും. കാർബൺ ഡയോക്സൈഡ് നമുക്ക് പുറത്തേക്ക് പെട്ടെന്ന് കളയാൻ പറ്റും. ദാറ്റ് ഈസ് ഫാസ്റ്റർ ആൻഡ് ഡീപ്പർ. എത്രത്തോളം ഉള്ളിലേക്ക് എടുത്തോ അത്രത്തോളം നമുക്ക് കളയാനും പറ്റും അല്ലേ. സോ ദാറ്റ് ഈസ് ഫാസ്റ്റർ ആൻഡ് ഡീപ്പർ. സോ the answer will be 47. The answer will be D option. So thereby we finishes the chapter respiration എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്യാൻ. Again I have to focus. Please focus on your NCERT. Some of you are contacting me with ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ you can directly contact me, no issue. So let's meet in another chapter. Okay, thank you. ഇതിൽ ചെറിയൊരു എന്താ പറയുക ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഷെഡ്യൂളിൽ പ്രശ്നം ഉള്ളതുകൊണ്ട് എക്സ്ട്രാ എൻ്റെ ടൈമിംഗ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തത്. സോ പ്ലീസ് ഫോർഗിവ് മീ. നമ്മുടെ ലൈറ്റിങ്ങിനൊക്കെ ചെറിയൊരു ഇഷ്യൂസ് വന്നിട്ടുണ്ടാവും. ഓക്കെ, നോ ഇഷ്യൂസ്. ഐ തിങ്ക് യു ക്യാൻ അഡ്ജസ്റ്റ്. സോ ലെറ്റ്സ് മീറ്റ് ഇൻ അനദർ ചാപ്റ്റർ. താങ്ക് യു.